ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ മരടിൽ പുതുതായിട്ട് തുടങ്ങിയ നമ്മുടെ ഫോറം മാളിൻ്റെ മുന്നിലാണ്. ഫോറം മാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന മാളാണ്. അതായത് നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ എന്നാലും ഇത് നമ്മുടെ കൊച്ചിയിലെ ലുലു മാൾ കഴിഞ്ഞാൽ അടുത്ത ബിഗ്ഗസ്റ്റ് മാളായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്നാലും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം, അതായത് ഇനോഗ്രേഷൻ ഇന്നലെ ആയിരുന്നു. അതായത് ആഗസ്റ്റ് 19 ആയിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ആഗസ്റ്റ് 20 അപ്പോൾ എന്നാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫോറം മാളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസൈനാണ്, ഒരു ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ നമ്മുടെ ഒരു കേരള തനിമയെ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കളറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു മാള് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ലുലു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് മാളായിട്ടാണ് ഈ ഒരു മാൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ ഒരു മാളിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,60,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഒരു ഫുള്ള് ഏരിയ വരുന്നത്. പിന്നെ ഈ ഒരു മാള് വരുന്നത് ശരിക്കും 5 ഫ്ലോറുകളിലായിട്ടാണ് ഇവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു 180ഓളം ഫേമസ് ആയിട്ടുള്ള സ്റ്റോറുകളും അതുപോലെ തന്നെ സർവീസുകളും നമുക്ക് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ഫോറം മാളിൽ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ എന്താണല്ലോ അതിൻ്റെ കാഴ്ചകൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. പിന്നെ ഈ ഒരു മാളിൽ ഇപ്പോൾ നിലവിൽ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ മാർക്സ് ആൻഡ് സ്പെൻസർ, അതുപോലെ ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, അതുപോലെ H&M തുടങ്ങിയ സ്റ്റോറുകളൊക്കെ ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ബ്രാൻഡിലായിട്ടുള്ള ഒരുപാട് സ്റ്റോറുകൾ ഇനിയും ഓപ്പൺ ആക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മാളായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററാണല്ലേ. അപ്പം എന്തായാലും തിയേറ്റർ ഫെസിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ PVRൻ്റെ 9 സ്ക്രീനുകളുള്ള തിയേറ്റർ ഫെസിലിറ്റി നമുക്ക് ഈ ഒരു ഫോറം മാളിൽ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ, അത് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. അത് മിക്കവാറും ഒക്ടോബറോട് തന്നെ ഓപ്പൺ ആവുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് മേളിലേക്കൊന്ന് നെക്സ്റ്റ് ഫ്ലോറിലേക്കൊന്ന് നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ഈ ഒരു സമയമായതുകൊണ്ട്, അതായത് നമുക്ക് ഓപ്പൺ ചെയ്ത ആ ഒരു സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്, എല്ലായിടത്തും ആളുകളാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ, ചേർത്തല, അതുപോലെ തന്നെ അരൂര്, പിന്നെ നമ്മുടെ തൃപ്പൂണിത്തറ, മരട്, കുണ്ടന്നൂർ, അപ്പം ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ഉള്ളവർക്ക് എന്തായാലും വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മരട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഏകദേശം അടുത്തായിട്ടാണ് വരുന്നത്. നമുക്ക് എന്തായാലും ലുലു മാളിലേക്ക്, എടപ്പള്ളിക്ക് ലുലു മാളിലേക്ക് നമുക്ക് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ലുലു മാളിലുള്ള പോലെ തന്നെ ലോകോത്തര ബ്രാൻഡുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫോറം മാളിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലുള്ളവർക്ക്, ഈ ഒരു സൈഡിലുള്ളവർക്ക് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാൾ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഫോറം മാളിലെ ഫുഡ് കോർട്ടിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഫുഡ് കോർട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഫേമസ് ആയിട്ടുള്ള KFC, അതുപോലെ തന്നെ ബർഗർ കിങ്, പിന്നെ ഡൊമിനോസ്, അത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകളെല്ലാം നമുക്ക് ഈ ഒരു മാളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വരുന്നത് നമുക്ക് 700ഓളം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് നമുക്കിപ്പോൾ ഈ ഒരു മാളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഷെഫ് പിള്ളേ റെസ്റ്റോറൻറ്റും വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, അതും ഉടനെ തന്നെ ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു മാളിൽ ഫൺ സിറ്റി എന്ന പറഞ്ഞ പേരിൽ ഒരു ഗെയിമിംഗ് സോണും കൂടെ അവർ റെഡിയാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും നമുക്കൊരു ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും ഓപ്പൺ ആവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു മാളിലെ ഡിസൈനിങ് വരുന്നത് വളരെ മികച്ച രീതിയിലുള്ളൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് എന്താ പറയുക, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന, അതായത് നമ്മുടെ മാളിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈനുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈനിൻ്റെ ആ ഒരു അത്തരത്തിലുള്ള ഡിസൈന് നമുക്ക് ഇൻറ്റീരിയറിൽ നമുക്ക്, അതുപോലെ റൂഫിങ്ങിലും പല സൈഡിലും നമുക്ക് അത്തരത്തിലുള്ള ഡിസൈൻ വർക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫേമസ് ബ്രാൻഡുകളായിട്ടുള്ള ലൂയിസ് ഫിലിപ്പ്, വാൻ ഹ്യൂസൈൻ, അതുപോലെ ആരോ, പിന്നെ വുഡ്ലാൻഡ്, അമേരിക്കൻ ടൂറിസ്റ്റർ, ഇത്തരത്തിലുള്ള ബ്രാൻഡുകളെല്ലാം നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ്. അതായത് നമ്മുടെ ഫോറം മാളിലെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഉള്ള പോലെ തന്നെ അതുപോലുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ഫോറം മാളിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലുലു ഡെയിലി എന്നുള്ള പേരിലാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ കയറാൻ പറ്റിയില്ല. തിരക്ക് കാരണമാണ്, നല്ല തിരക്കാണ്. അതായത് ഓപ്പൺ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താണല്ലോ അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മൈജി, അതുപോലെ HP, ഡെല്ല്, അസ്യൂസ്, എയ്സർ അത്തരത്തിലുള്ള ഡിജിറ്റൽ ഷോപ്പുകളുടെ എല്ലാം ഔട്ട്ലെറ്റുകൾ നമുക്ക് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോറം മാളിലെ പാർക്കിങ്ങിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. പാർക്കിങ്ങിൻ്റെ ഫെസിലിറ്റി വരുന്നത് നമുക്ക് ഒരേ സമയം തന്നെ 1050 കാറുകളും അതുപോലെ 600 ബൈക്കുകളും പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ഫോറം മാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നാലും വണ്ടി പാർക്കിങ്ങിനെ പറ്റിയുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട. പിന്നെ ഈ ഒരു മാളിൽ വന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് മാളിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫോറം മാളിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.